ബ്രഹ്മോസിന് പിന്നാലെ ലോകായുധ വിപണി കീഴടക്കാൻ ഇന്ത്യയുടെ പുതിയ സൂപ്പർ ഹിറ്റ് മിസൈൽ LRLACM. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ ആഗോള പ്രതിരോധ വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച ഇന്ത്യ ഇപ്പോൾ മറ്റൊരു നിർണായക ചുവടുവെപ്പിനൊരുങ്ങുകയാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന LRLACM വിജയകരമായ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിച്ചതിനു പുറമെ പുതിയൊരു പ്രതിരോധ കയറ്റുമതി സാധ്യതയും തുറന്നിരിക്കുകയാണ്. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ബ്രഹ്മോസിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി വിജയമായി LRLACM മാറാൻ സാധ്യതയുണ്ടെന്നാണ്. ബ്രഹ്മോസ് എന്നാൽ ശബ്ദത്തിന്റെ 3 ഇരട്ടിയോളം വേഗത്തിൽ പറക്കുന്ന സൂപ്പർസോണിക് മിസൈലാണ്. എന്നാൽ LRLACM പൂർണ്ണമായും വ്യത്യസ്തമായ ദൗത്യത്തിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം മാക് 0.8 വേഗത്തിൽ സഞ്ചരിക്കുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലായ LRLACM ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ മറികടന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിവുള്ളതാണ്. ഏകദേശം 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ആക്രമണപരിധിയുള്ള ഈ മിസൈൽ ദൂരെയുള്ള കമാൻഡ് സെന്ററുകൾ, സൈനിക താവളങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. LRLACMന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചെലവ് കുറഞ്ഞ രൂപകൽപ്പനയാണ്. ബ്രഹ്മോസിനെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാകുന്നതിനാൽ കൂടുതൽ എണ്ണം മിസൈലുകൾ സൈന്യത്തിന് വിന്യസിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ വികസിപ്പിച്ച മണിക് സ്മോൾ ടർബോഫാൻ എഞ്ചിനാണ് ഈ മിസൈലിന്റെ കരുത്ത്. ഇതിലൂടെ നിർമ്മാണ ചെലവ് കുറയുകയും വിദേശ രാജ്യങ്ങൾക്ക് മത്സരാധിഷ്ഠിത വിലയിൽ മിസൈൽ നൽകാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ യുദ്ധങ്ങളിൽ ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വലിയ തോതിൽ ക്രൂയിസ് മിസൈലുകൾ ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ വില കുറഞ്ഞതും വിശ്വാസ്യതയുള്ളതുമായ മിസൈലുകൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചാണ് ലോകം ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളാണ്. ദീർഘദൂര ആക്രമണം, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കൽ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കൽ തുടങ്ങിയ ദൗത്യങ്ങളിൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിരോധ ചെലവ് നിയന്ത്രിക്കേണ്ട നിരവധി വികസന രാജ്യങ്ങൾക്കായി വില കുറഞ്ഞതും കാര്യക്ഷമവുമായ ക്രൂയിസ് മിസൈലുകൾ ഒരുക്കുന്നത് ഏറെ ആകർഷകമാണ്. അതിനാൽ തന്നെ വിശാലമായ അത്തരമൊരു വിപണിയിലേക്കാണ് ഇന്ത്യ LRLACM എത്തിക്കാൻ ഒരുങ്ങുന്നത്. LRLACMന്റെ മറ്റൊരു വലിയ സവിശേഷത അതിന്റെ മൾട്ടി പ്ലാറ്റ്ഫോം ശേഷിയാണ്. കരയിലെ മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും, നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലെ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റങ്ങളിൽ നിന്നും, ഭാവിയിൽ സുഖോയ് 30 MKI പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്നും ഈ മിസൈൽ വിന്യസിക്കാനാകും. ഇതിലൂടെ കര, നാവിക, വ്യോമസേനകൾക്ക് ഒരേ മിസൈൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും ശ്രദ്ധേയം. പരിശീലനം, അറ്റകുറ്റപ്പണി, ലോജിസ്റ്റിക്സ് എന്നിവയുടെ ചെലവും ഗണ്യമായി കുറയ്ക്കാനാകും. ഈ സവിശേഷത വിദേശ ഉപഭോക്താക്കളെയും ആകർഷിക്കും. അതേസമയം ഈ മിസൈലിന്റെ കയറ്റുമതി അത്ര എളുപ്പമാകില്ല. ഇന്ത്യ അംഗമായ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം പ്രകാരം 300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങളുണ്ട്. അതിനാൽ കയറ്റുമതിക്കായി LRLACMന്റെ പ്രത്യേക പതിപ്പ് വികസിപ്പിക്കേണ്ടി വന്നേക്കും. അതോടൊപ്പം റഷ്യയുടെ കാലിബർ, യൂറോപ്പിൽ നിന്നുള്ള സ്റ്റോം ഷാഡോ, ടോറസ്, ചൈനയുടെ വിവിധ ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ ശക്തമായ എതിരാളികളുമായും ഇന്ത്യ മത്സരിക്കേണ്ടി വരും. വർഷങ്ങളുടെ സേവന പരിചയവും വ്യാപകമായ ഉപഭോക്തൃ ശൃംഖലയും റഷ്യയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ചൈനയിൽ നിന്നുമുള്ള പ്രതിരോധ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ LRLACMനെ ബ്രഹ്മോസിന്റെ പകരക്കാരനായി കാണേണ്ടതില്ല എന്നാണ്. മറിച്ച് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ബ്രഹ്മോസ് അതിവേഗത്തിൽ നിർണായക ലക്ഷ്യങ്ങളെ ആക്രമിക്കുമ്പോൾ LRLACM കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗപ്പെടുത്താം. അതിനാൽ ഇരു മിസൈലുകളും ഒരുമിച്ച് വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യക്കാകും. ഇതിനകം ബ്രഹ്മോസ് വാങ്ങിയതോ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതോ ആയ രാജ്യങ്ങൾ LRLACMനും സാധ്യതകളുള്ള ഉപഭോക്താക്കൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നിർണായക നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ. ബ്രഹ്മോസിന്റെ വിജയം ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പായിരുന്നു. ഇപ്പോൾ LRLACM കൂടി രംഗത്തെത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്ന നിര കൂടുതൽ ശക്തമാകുകയാണ്. ചെലവ് കുറഞ്ഞത്, ദീർഘദൂര ആക്രമണശേഷി, വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം, തദ്ദേശീയ സാങ്കേതിക വിദ്യ എന്നിവ LRLACMനെ അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധേയമാക്കുന്ന ഘടകങ്ങളാണ്.
കയറ്റുമതിയുമായി ബന്ധപ്പെട്ട നിയമപരമായ നിയന്ത്രണങ്ങൾ മറികടന്ന് അനുയോജ്യമായ പതിപ്പ് വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ലോക പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ അടുത്ത വൻ വിജയഗാഥയായി LRLACM മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.